ഹലോ കൂട്ടുകാരെ, M4 മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എന്താണ് മുക്തകങ്ങളെന്ന് പഠിക്കാം. ഏറ്റവും ചെറിയ കാവ്യ രൂപമാണ് മുക്തകം. ഏറ്റവും വലുത് മഹാകാവ്യവും. ഒരാശയം ഒരു ശ്ലോകം കൊണ്ട് പൂർത്തിയാക്കുന്നത് മുക്തകം. ഒരു വിചാരത്തിന്റെയോ വികാരത്തിന്റെയോ ആശയത്തിന്റെയോ സ്വതന്ത്രമായ ആവിഷ്കാരമാണ് മുക്തകം എന്ന് പറയാം. മഹാകാവ്യം, ഖണ്ഡകാവ്യം ഇവയിലെ സ്വതന്ത്ര ശ്ലോകങ്ങളും മുക്തകമായി പരിഗണിക്കുന്നുണ്ട്. സംസ്കൃത സാഹിത്യമാണ് മുക്തകത്തിന് ആധാരം. സ്തോത്രങ്ങൾ, സമസ്യാപൂരണം, കത്തുകൾ മുതലായവയിലൂടെ പുറത്തുവന്ന മുക്തകങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പ്രസിദ്ധീകരിക്കപ്പെടാത്തതും അല്ലാത്തതുമായ മുക്തകങ്ങൾ ഭാഷാ സാഹിത്യത്തിലും അനവധിയാണ്. വെൺമണിമാരുടെ കാലം മലയാളത്തിൽ മുക്തകങ്ങളുടെ സുവർണ ദശയായിരുന്നു. അവ ഛായാശ്ലോകങ്ങൾ, സ്തോത്രങ്ങൾ തുടങ്ങിയ ബഹുമുഖ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പോലുള്ള ദ്രുത കവികൾ ഉപചാരം പറയുന്നതും കുശലപ്രശ്നം നടത്തുന്നതുമെല്ലാം ശ്ലോകത്തിലായിരുന്നു. മുത്തിന്റെ കാന്തിയും മൂല്യമുള്ള ശ്ലോകം എന്ന അർത്ഥത്തിലാണ് മുക്തകം എന്ന് പേര് വന്നത്. എന്നാൽ മുക്തകങ്ങളെല്ലാം ഒന്നുപോലെ കാവ്യഭംഗി തികഞ്ഞതല്ല. നമുക്ക് മുക്തകങ്ങൾ രചിച്ച് പ്രസിദ്ധി നേടിയ ചില വ്യക്തികളെ കുറിച്ച് പഠിക്കാം. ചേലപ്പറമ്പ് നമ്പൂതിരി. മുക്തക രചന കൊണ്ട് മാത്രം പ്രസിദ്ധി നേടിയ കവിയാണ് ഇദ്ദേഹം. ശരിയായ പേർ അറിയില്ല. പ്രത്യേകിച്ച് ഗ്രന്ഥങ്ങളും എഴുതിയിട്ടില്ല. കുറെ മുക്തകങ്ങൾ അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് അറിയപ്പെടുന്നു. അദ്ദേഹം മനോരമ തമ്പുരാട്ടിയുടെ സമകാലീനായിരുന്നെന്നും തിരുവനന്തപുരത്ത് വെച്ച് രവിവർമ്മ മഹാരാജാവിൽ നിന്നും സമ്മാനം വാങ്ങിയെന്നും ഐതിഹ്യങ്ങളുണ്ട്. കോഴിക്കോട്ട് ചാലിയത്തായിരുന്ന ഇദ്ദേഹത്തിന്റെ ഇല്ലം. വെൺമണി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ചേലപ്പറമ്പിനാണെന്ന് കേൾവിയുണ്ട്. അതുവരെ സംസ്കൃതത്തിന്റെ തിരുമുറ്റത്ത് വിഹരിച്ച മണിപ്രവാളത്തെ പെരുവഴിയിലിറക്കി ജനസാമാന്യത്തിന് പരിചയപ്പെടുത്തിയെന്ന ബഹുമതി ചേലപ്പറമ്പിനുണ്ട്. മലയാളത്തിൽ ലളിതമധുരമായ ഒരു കാവ്യശൈലിക്ക് രൂപം കൊടുത്ത ചേലപ്പറമ്പൻ വെൺമണി കവികൾക്ക് മാർഗദർശിയായിരുന്നു. അടുത്ത് പൂന്തോട്ടത്തെ നമ്പൂതിരി. കിള്ളിക്കുറിശി മംഗലത്തിന് സമീപം പൂന്തോട്ടത്തില്ലത്ത് ജനനം. ദാമോദരൻ നമ്പൂതിരി എന്നാണ് ശരിയായ പേര്. ബാല്യകാല വിദ്യാഭ്യാസം കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ കളരിയിൽ കടന്നുകൂടി. അംബരീക്ഷ ചരിതം ഓട്ടംതുള്ളൽ, കാലകേയകഥ ശീതങ്ങൻ തുള്ളൽ, സമന്തകം ആട്ടക്കഥ ഇവ പ്രധാന കൃതികൾ. മുക്തരചന കൊണ്ടാണ് പൂന്തോട്ടം പ്രസിദ്ധനായത്. അടുത്ത് തോട്ടയ്ക്കാട്ട് ഇക്കാവമ്മ. 1865 എറണാകുളത്ത് തോട്ടയ്ക്കാട്ട് ജനിച്ചു. സുഭദ്രാർജുന നാടകമാണ് അവരുടെ വിഖ്യാത കൃതി. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യകാല ശബ്ദം ഇക്കോവമ്മയിൽ നിന്നും പുറപ്പെട്ടു. സന്മാർഗോപദേശം, ഓട്ടംതുള്ളൽ, രാസക്രീഡ, കുറത്തിപ്പാട്ട്, കൽക്കി പുരാണം, കിളിപ്പാട്ട് ഇവ മറ്റു കൃതികൾ. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.